ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്, അതായത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിങ്ങും നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ആ ഒരു കറണ്ട് ഫീലിങ്ങും എന്താണെന്ന് നോക്കാനാണ്. അപ്പോൾ ആദ്യം തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് നോക്കാം. ഇവിടെ ചില ആൾക്കാരുടെ ആ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു ഇത് നോക്കുമ്പോൾ കാണാൻ സാധിക്കും, നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആളാണ്. അവരുടെ ഹസ്ബൻഡോ വൈഫോ ആണ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് സംശയമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണെ സംശയമാണ്, അല്ലാതെ നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടിയും ഇല്ല എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കും. ചില ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി കോടതിയാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ കോടതിയിൽ എന്തെങ്കിലും ഡിവോഴ്സ് കേസ് നടക്കുന്നുണ്ടാകും. പക്ഷേ നിങ്ങൾക്കിപ്പോൾ വേർപിരിയാൻ താല്പര്യമില്ല, നിങ്ങൾക്ക് ഒന്നായിട്ട് ജീവിക്കാൻ ഇപ്പോൾ തോന്നുന്നു. അപ്പോൾ കോടതി ഇനി നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ആ ഒരു ഇത് തരുമോ ഇല്ലയോ? അപ്പോൾ കോടതിയാണ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് വന്നിരിക്കുന്നത്. ഇല്ല എങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിക്ക് കോടതിയിൽ എന്തെങ്കിലും കേസ് നടക്കുന്നതാവും. അപ്പോൾ ആ ഒരു കോടതിയിലെ കേസിൽ നിന്ന് പുറത്തു വന്നാൽ മാത്രമേ നിങ്ങൾക്ക് തമ്മിൽ മാരേജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞാൻ എത്ര നാൾ ഇനി വെയിറ്റ് ചെയ്യും എൻ്റെ പേഴ്സണിന് വേണ്ടി, എപ്പോഴാണ് ഈ ഒരു കോടതിയിലെ കേസ് തീരുക? അങ്ങനെയും ചില ആൾക്കാരുടെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് സന്തോഷമായിട്ടാണോ ഉള്ളത് എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, നിങ്ങളിൽ പല ആൾക്കാരുടെയും പേഴ്സൻ്റെ തേർഡ് പാർട്ടി അവരുടെ സോൾമേറ്റ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോൾമേറ്റിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, അത് ചിലപ്പോൾ അവരുടെ അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, ഇല്ലെങ്കിൽ ചേട്ടനോ ചേച്ചിയോ, അല്ല എങ്കിൽ അനിയനോ അനിയത്തോ, ഇല്ല എങ്കിൽ ഫ്രണ്ടോ ആയിരിക്കാം. നിങ്ങളുടെ പേഴ്സണെ തേർഡ് പാർട്ടി ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്, മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഇവർക്ക് തേർഡ് പാർട്ടിയെ വിട്ട് കളയുവാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ തേർഡ് പാർട്ടിയായിട്ട് വന്നാൽ അവരെ എങ്ങനെ ഉപേക്ഷിച്ചിട്ട് പോകും? അല്ലെങ്കിൽ സഹോദരങ്ങൾ തേർഡ് പാർട്ടിയായിട്ട് വന്നാൽ എങ്ങനെ ഉപേക്ഷിക്കും? ആ ഒരു അവസ്ഥയിലാണ്. നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും തേർഡ് പാർട്ടി എന്തോ പറയുന്നുണ്ടോ അതിനെല്ലാം സമ്മതം വയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളെയും തേർഡ് പാർട്ടിയെയും ബാലൻസിൽ കൊണ്ടുപോകണമെന്നാണ്. ഇവിടെ ഏത് തേർഡ് പാർട്ടി ആയാലും നിങ്ങളുടെ പേഴ്സണെ ഒത്തിരി വിഷമിപ്പിക്കുന്നുണ്ട് ആ ഒരു തേർഡ് പാർട്ടി. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അവരെ വിട്ട് കളയുന്നില്ല, കാരണം അവരെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. ഇവിടെ ഇവർക്ക് തോന്നുന്നത് തേർഡ് പാർട്ടിയെ വിട്ടുകളയുക എന്നുള്ളത് വളരെയധികം കഷ്ടമുള്ള ഒരു കാര്യമാണ്. അവരുടെ ഉത്തരവാദിത്വമാണ് തേർഡ് പാർട്ടിയെ നോക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ വിട്ടുകളയാത്തത്. അച്ഛനും അമ്മയെ നോക്കുക എന്നുള്ളത് ഒരാളുടെ ഉത്തരവാദിത്വമല്ലേ, അതുകൊണ്ടാണ്. ഇവിടെ കൂടുതലും ഫാമിലിയുടെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ദൂരെ മാറിപ്പോയാൽ ചിലപ്പോൾ ആ ഒരു ഫാമിലിക്ക് ഭയങ്കര പ്രോബ്ലം ഉണ്ടാകും. ഇവർ ഇല്ലാത്തത് കാരണം അച്ഛനും അമ്മയും ഒരു ഉത്തരവാദിത്തമാണ്, ഇവർ നോക്കേണ്ട ഒരു ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ് ഇവരുടെ. അതേപോലെ തന്നെ സഹോദരങ്ങളെ നോക്കേണ്ടത് ഇവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിൽ നിന്നെല്ലാം ഓടി മറിഞ്ഞാൽ പിന്നെ ആ ഫാമിലിക്ക് എന്താണ് സംഭവിക്കുക എന്നൊക്കെ ആലോചിച്ചാണ് ഇവർ തേർഡ് പാർട്ടിയെ സ്നേഹിച്ച് കൊണ്ടുപോകുന്നത്, നിങ്ങളെ സ്നേഹിച്ച് ബാലൻസിൽ കൊണ്ടുപോകുന്നത്. ചില ആൾക്കാരുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടിയും ഇല്ല. നിങ്ങളുടെ പേഴ്സൻ്റെ കരിയർ അല്ല എങ്കിൽ അവരുടെ ആ ഒരു ബിസിനസ്, അതൊക്കെയാണ് തേർഡ് പാർട്ടിയായിട്ട് വന്നിരിക്കുന്നത്. അവരുടെ കരിയറിലും അവർക്ക് ബിസിനസ്സിലും പ്രത്യേകം ഒരു ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുള്ള സമയമായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ലായിരിക്കാം. അത് കാരണം ഇവിടെ തേർഡ് പാർട്ടി കരിയർ ബിസിനസ്സൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര ഒരു ജയിലിൽ അടച്ച അവസ്ഥ പോലെയാണ്. ഭയങ്കരമായിട്ട് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്ത് വരണം അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ ഇവരുടെ ഉത്തരവാദിത്തം, ഇവർക്ക് തേർഡ് പാർട്ടിയോടുള്ള ആ ഒരു സ്നേഹം, അതൊന്നും ഇവരെ അതിൽ നിന്ന് പുറത്ത് വരാൻ സാധിക്കുന്നില്ല. ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. കംപ്ലീറ്റ് ആയിട്ട് തേർഡ് പാർട്ടിയുടെ അടുത്തേക്കും പോകുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഒരു കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കൺഫ്യൂഷനിലാണ് ഉള്ളത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് രണ്ട് സൈഡും ബാലൻസിൽ കൊണ്ടുപോകാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇതാണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സൺ തമ്മിലുള്ള ആ ഒരു കറണ്ട് ഫീലിംഗ്. ഇനി നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് നോക്കാം. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ട്രൂ ലവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത് ലവേഴ്സിൻ്റെ കാർഡാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ട്രൂ ലവ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒത്തിരി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു ശരിയായ വഴി, ഒരു വാതിൽ ഇവർക്ക് മുന്നിൽ തുറക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയും താമസം.
ഇപ്പോൾ ഇവർ ബാഡ്ലി ട്രാപ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ്. പക്ഷേ നിങ്ങളെ ഇവർ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടി ആക്ഷനും സ്റ്റാൻഡും എടുക്കുന്നതാണ്. കുറച്ച് നിങ്ങൾ ഇവർക്ക് വേണ്ടി ഹോപ്പ്ഫുള്ളായിട്ട് കാത്തിരിക്കേണ്ടതാണ്. ഇത് നിങ്ങൾ നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവർ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ നിങ്ങളെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുമുണ്ട്. ഇപ്പോൾ വളരെ ചലഞ്ചിങ് സിറ്റുവേഷനിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ ദൂരെ നിൽക്കുന്നതാണ് നല്ലത്. കാരണം ഇല്ല എങ്കിൽ നിങ്ങൾ സംസാരിച്ച് എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് വഴക്കുണ്ടാക്കി നിങ്ങൾ ദൂരെ ആവാനുള്ള ഒരു ഇത് ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഒരു ഗ്യാപ്പ് ഇടുന്നത് തന്നെയാണ് നല്ലത്. ഒരു ഡിസ്റ്റൻസ് ഇടുന്നത് തന്നെയാണ് നല്ലത്. ഇല്ല എങ്കിൽ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കി നിങ്ങൾ വീണ്ടും പിണങ്ങും. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ചാണ് ഉള്ളത് എങ്കിൽ കൂടുതൽ വഴക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ പേഴ്സണെ മാനിപ്പുലേറ്റിംഗ് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടിയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ വഴക്കുണ്ടായാൽ വളരെ വലിയ ഒരു സെപ്പറേഷനിലേക്ക് നിങ്ങൾ പോകും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരുമിച്ചാണ് ഉള്ളത് എങ്കിൽ നിങ്ങൾ അവർക്ക് അവരുടേതായ ഒരു സ്പേസ് കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടേതായ ഒരു സ്പേസ് എടുക്കുക. ആവശ്യമില്ലാതെ ഒരു കാര്യത്തിനും വഴക്കിടാൻ പോകരുത്. കാരണം വളരെ ചലഞ്ചിങ് സിറ്റുവേഷനിൽ കൂടിയാണ് ഈ ഒരു ടൈം പീരീഡ് കടന്നു പോകുന്നത്. ഭയങ്കരമായിട്ട് തേർഡ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് മാനിപ്പുലേഷനും കൺട്രോളിങ്ങും ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു ടൈം പീരീഡിൽ നമ്മൾ ഒരിക്കലും വഴക്കിടാൻ പാടില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ തീരുമാനം എടുക്കുക. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പിണങ്ങിയാലും യൂണിയനാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ്. നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന 7 നമ്പറാണ് ഇമ്പോർട്ടൻറ്റ്. വരാൻ പോകുന്ന 7 hours തൊട്ട് 7 days നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വച്ചിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളോട് തുറന്നു പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ദൂരെയാണ് എങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുന്നതായിട്ടും നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. അതായത് ഡിസ്റ്റൻസിലാണ് നിങ്ങളുള്ളത് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ അടുത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ ഫീലിങ്സ് നിങ്ങളോട് മറച്ചു വെക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾക്ക് തന്നെ തോന്നും, എൻ്റെ പേഴ്സൺ എന്താ എന്നോട് ഒന്നും എക്സ്പ്രസ് ചെയ്യാത്തത്, എന്താ ഇവരിങ്ങനെ എല്ലാം ഹൈഡാക്കി വെക്കുന്നത് എന്ന് തോന്നാട്ടും കാണാൻ സാധിക്കുന്നു. മാരേജ് റിലേറ്റഡ് ആയിട്ട് ഒരു ആക്ഷൻ ഇവരുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഒരു തീരുമാനം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു ടൈം പീരീഡിൽ. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു 7 hours തൊട്ട് 17 hours വരെ അല്ലെങ്കിൽ 7 daysനുള്ളിൽ പല ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.